ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി നെമ്മീൻ ബിരിയാണിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ നെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാല നമുക്ക് റെഡിയാക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു 2 നാരങ്ങയുടെ നീരാണ്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീനിലേക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എരിവും ഉപ്പുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഇത് രണ്ടും കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ഈ മീനുകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാലൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. സവാളയൊന്ന് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ 3 തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 3/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചേർക്കേണ്ടത് തൈരാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. തൈരൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പിടി മല്ലിയിലയും 3/4 പിടി പുതിനയിലയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനെല്ലാം വെച്ച് കൊടുത്ത് മസാലയൊന്ന് സെറ്റാക്കി എടുക്കാം. കുറച്ച് മസാല നമുക്കിനി നമ്മൾ വെച്ച മീനിൻ്റെ മുകളിലെല്ലാം കൂടി ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടിയാണ്. അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പട്ട, ഗ്രാമ്പു, ഏലക്കയും ഒരു 1/2 സവാളയും കൂടി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ജീരകശാല അരിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ഏലക്കയുടെയും പട്ടയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കോത്തിയെടുത്ത അരി ആയതുകൊണ്ട് ഞാൻ 7 കപ്പ് വെള്ളമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ അരി കോത്താതെയാണ് എടുക്കുന്നതുണ്ട് എങ്കിൽ 8 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത്, ഇനി നമുക്കിവിടെ വേണ്ടത് 7 ടേബിൾ സ്പൂൺ പാലും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവിന് തന്നെ ചോറ് കിട്ടി. ഞാനിപ്പോൾ നേരത്തെ തന്നെ മസാല സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് തന്നെയാണ് ചോറ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ രീതിയിൽ ചേർത്ത് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും സവാളയൊക്കെ വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലും മഞ്ഞൾപ്പൊടിയുമാണ്. ഇത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊരു ലൈറ്റ് കളറിന് വേണ്ടി. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ലെയറും സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ കുറച്ച് വെയിറ്റ് വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പുന്ന സമയത്ത് ചോറെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് മീൻ എടുക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. വളരെ നല്ല ഒരു റെസിപ്പിയാണിത്. നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ്. അധികം മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. എരിവും വളരെ കുറവാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.